മനുഷ്യ ശരീരത്തിലെ മരിച്ചവരുടെ പ്രേതം ബാധിക്കുമോ? പ്രേതം പറഞ്ഞ എന്താ? ആത്മാവോ? ഇപ്പൊ മരിച്ച ആൾ ആത്മാവ് വേറെ ശരീരത്തിൽ കയറുന്ന പ്രേതം ഇങ്ങനെ കേട്ടിട്ടില്ല. അങ്ങനൊന്നും ഇല്ല. പ്രേതം എന്ന് പറയുന്നത് നിങ്ങൾ റൂഹാനി എന്നൊക്കെ പറയും. യഥാർത്ഥത്തിൽ പ്രേതബാധ എന്ന് പറയുന്നതും പിശാചിന്റെ പ്രവർത്തനമായിരിക്കാം. ഒരാൾ മരിച്ചാൽ അയാളെ കൂടെയുള്ള പിശാച് വേർപെട്ടു. ഒരു കരിയുണ്ടല്ലോ, ആ കരി വേർപെട്ടു. റൂഹ് അള്ളാഹുവിന്റെ കയ്യിലേക്ക് പോയി, ശരീരം അവരിലേക്കും പോയി. ചോദ്യത്തിന് വേണ്ടി റൂഹും ശരീരം യോജിക്കും അല്ലേ? പക്ഷേ കൂടെയുള്ള പിശാചോ ഓമ്പടെ തന്നെ ഉണ്ട്. അവൻ ചിലപ്പോ വേറെ ഒരാളെ ശരീരത്തിൽ പ്രവേശിക്കും. വേറെ ആളെ ശരീരത്തിൽ പ്രവേശിച്ചാൽ അയാളുടെ സ്വരത്തിൽ ചിലപ്പോൾ സംസാരിച്ചേക്കാം. ശൈത്താൻ പ്രവേശിക്കുന്നതിനാണ് ഇതൊരു പ്രേതബാധ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഇപ്പോ വല്യപ്പാന്റെ സ്വരത്തില് പേരക്കുട്ടി സംസാരിക്കുക. വല്യപ്പാന്റെ ഈ കുട്ടി കണ്ടിട്ടില്ല, വല്യപ്പ സംസാരിക്കും പോലെ അങ്ങനെ സംസാരിക്കുക. അപ്പൊ വല്യപ്പാന്റെ ശൈത്താൻ ഈ കുട്ടിയുടെ ശരീരത്തിൽ പ്രവേശിച്ചതായിരിക്കാം. അത് എന്റെ കൂടെ ജീവിച്ച ശൈത്താൻ എന്റെ സ്വരത്തിൽ സംസാരിക്കാൻ സാധിക്കും. ഞാൻ മരിച്ചു പോയാലും എന്റെ സ്വരത്തിലും സംസാരിക്കും. ആ ശൈത്താൻ വേറൊരാളുടെ ശരീരത്തിൽ പ്രവേശിച്ചാൽ അയാളുടെ നാവിലൂടെ എന്റെ സംസാരം വരും. അത് ശൈത്താൻ ബാധയാണ്, അതല്ല പിശാച് ബാധയാണ്. പ്രേതം ബാധിക്കണമെന്നില്ല, അത് ഉണ്ടാക്കുന്നതാണ്.